നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പെട്ടെന്നാവട്ടെ. ഇവിടെ ലഡു ഒന്നും കൊടുക്കണില്ല, ഇങ്ങനെ തുള്ളിച്ചാടി വരെ. ഗോ. പൊളിച്ചടാ, അത് പൊളിച്ചു. പഠിച്ചു. ഇതാണ് അടി പ്ലച്ചോ. അല്ല അടുത്ത ഇത് പ്ലച്ചോ. അടുത്ത ക്ലിങ്. ഇപ്പൊ പ്ലിച്ചി. സാധികയുടെ കാലയിൽ അസീസ് മാന്തിയതാണോ? Ready, 1, 2, 3. ഇനി ഒന്നും വേണമെങ്കിൽ ഒന്നും കൂടെ തറയല്ലേ. അനു രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നു, ഒരുമിച്ച് വന്നു ഒരു പരിപാടി. ഇനി എന്നെ വിളിക്കല്ലേ. നിങ്ങൾ ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന സീരിയലിന്റെ പേരെന്താ? അടിയുടെ പൂരം പൊടിയരിക്ക. അയ്യോ, പുള്ളി വലത്തെ ഭാഗത്ത് മസിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. അതാണ് വെള്ളരിക്കുണ്ടില്ല റാണി. നീ 5 അടി അടിച്ചാലും പ്രശ്നമല്ല. വെള്ളരിക്കുണ്ടില്ല റാണിയിൽ നിന്നും എനിക്കൊരു അടി. കാസർഗോഡ് ചേച്ചിയുടെ അടുത്തുള്ള സ്ഥലമാ വെള്ളരിക്കുണ്ട്. ശ്രീവിദ്യ തന്നെ വേണോ? ശ്രീവിദ്യ തന്നെ വേണോ? ആരെങ്കിലും വന്നാൽ മതി. പേടിപ്പിക്കാം. അടിക്കുന്ന അടിയെല്ലാം ചീറ്റി പോകും. എടാ, നിന്റെ അടിയും നിന്റെ കോമഡിയും ചീറ്റുവാണോടാ. എപ്പോഴും ഷെയറിന്റെ ചിന്തയുള്ളൂ. ബിനു അടി ഞാൻ കളഞ്ഞു. അറിയാ, ഒന്നല്ലേലും നമ്മളൊക്കെ പോയി. അതൊക്കെ പഴയ കഥയല്ല ചേട്ടാ, വിട്ടേക്ക്. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഇവിടെ നിന്ന് അടി കൊണ്ട് എന്റെ കൊച്ചിനെ സ്കൂള് മാറ്റിയത് 7 സ്കൂള് മാറ്റി. അവിടെ ചെല്ലും മോൻ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞ് തല്ലുവാന്ന് പറഞ്ഞ് മോനെ നന്നാക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചെല്ലും. ഞാൻ അവിടെ ചെല്ലുമ്പോ അച്ഛന് സ്ഥിരം അടിയാണല്ലോ. നിങ്ങളായിരുന്നു ഇവന്റെ അച്ഛൻ. എനിക്കിനി ഒന്നും പറയാനല്ല, നിങ്ങൾ പൊക്കോളൂന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഇത്രയും വയറൊന്നുമില്ലായിരുന്നു. ഇവിടെ അടിച്ചടിച്ചാണ് ഇവിടെ പൊങ്ങിയത്. അത് ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു മുന്നേ. അടിക്കില്ല, സീരിയസ്. എനിക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളാ. Ready, 1, 2, 3, go. ചാലിച്ചു വിട്ടതേ ഉള്ളു ഒരു സൈഡിൽ കൂടെ. ഇത്രയും നേരം പിന്നെ എന്തിനാണ് വർത്താനം പറഞ്ഞത്? എന്റെ വിരല് താഴെ പോവാണെ ആരെങ്കിലും ഒന്ന് എടുത്തു തരണേ. ശ്രീവിദ്യേ, അപ്പൊ ആസിസൊക്കെ അല്ലേ പറഞ്ഞേ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അടി. അല്ല ആസിസ്ക, അത് ശരിയാണോ ആസിസ്ക? അല്ല, അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചത്ത് കിടന്ന് പണിയെടുത്ത് രണ്ടുപേരും ചത്ത്. ശ്രീവിദ്യ, ഇതൊരു ഫെയർ പ്രാക്ടീസ് ആയിട്ട് അല്ല, ഇവക്കടെ വർത്താനം കേട്ടാണ്ടല്ലോ. പാവപ്പെട്ട കുടുംബത്തില് ഭാര്യ പണിയെടുത്തോണ്ടിരുന്നു, ഭർത്താവ് വെള്ളം അടിച്ചിട്ട് വന്ന് ഇടിക്കുന്ന പോലെ ഞാൻ അവളെ എന്റെ കാര്യം നോക്കണത്. പത്ത് കിടന്ന് പണിയെടുക്കുകയും ചെയ്യണം, വൈകുന്നേരം ഇടിയും കൊള്ളണം എന്ന് പറഞ്ഞാൽ നീ എന്തിനാ എന്നെ നോക്കണേ? എന്താ പറയാനുള്ളേ? പവ്വാല് വേല ഇടക്കിടന്ന് തോറ്റത്. ഉളുപ്പ് തോന്ന്. എനിക്കങ്ങനെ ഉളുപ്പൊന്നും ഇല്ലാത്ത ആളാ ഞാൻ. പാതി അടിക്കണം ഒന്നുമില്ലേ, നമ്മൾ കറങ്ങി തീർത്തല്ലേ. സത്യം മൊത്തം പുറത്തു വരട്ടെ. എന്നാ വന്നോട്ടെ, സത്യം മൊത്തം. എനിക്ക് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ തല്ലണിന് മുമ്പ് ഫ്ലോറിൽ അടിച്ച് കാണിക്കണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഇച്ചിരി തലക്കകത്ത് പതിയെ വയ്യ, മൊത്തം വേദന, കഷ്ടപ്പാടും കണ്ണീരും ഒക്കെയാ. ഗൾഫിലുള്ള നിന്റെ അപ്പച്ചന് എന്നാ കഷ്ടപ്പാട്? നാട്ടിൽ പോവാൻ വയ്യ, തല്ലുള്ളി എടാ ഒരു പെൺകുട്ടി ഇതിൽ കൂടുതൽ എങ്ങനെയാ കാല് പിടിക്കണം നിന്റെ അടുത്ത്? എന്നെ നാട്ടിൽ ചെല്ലുമ്പോ തല്ലുകൊള്ളി എന്നൊക്കെയാ വിളിക്കുന്നേ. ഞാൻ ശ്രീവിദ്യ അടിക്കുന്നത് കാരണം വീട്ടിൽ പോകുമ്പോ തല്ലുകൊള്ളി എന്ന് പറയുന്നോണ്ടൊന്നുമല്ല. ഈ ഗെയിം അത്രയ്ക്ക് പാടുപെട്ടാണ് ശ്രീവിദ്യ കളിച്ചത്. എനിക്കറിയാം. എന്നാ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അടിച്ചോട്ടെ. പക്ഷെ ഞാൻ ഈ ഗെയിം കളിക്കാതിരുന്നു എങ്കിൽ ഞാൻ ചിലപ്പോ ശ്രീവിദ്യയെ അടിച്ചേനെ, പുറം പുഞ്ചപ്പടമാക്കിയേനെ. ഞാൻ അടി ബഹിഷ്കരിച്ചിരിക്കുകയാണ്. പക്ഷേ ആസിസ്ക ഒരു ഗെയിമിൽ ഇങ്ങനെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചരിത്രം. അങ്ങനല്ല, ചരിത്രമല്ല. അത് ശരിയല്ല. കാര്യം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ അടിക്കണം. അത് അങ്ങനെയാണല്ലോ റൂള്. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അടിമാലി അടിക്കായിരുന്നു ഇവിടെ. ഞാൻ ശ്രീവിദ്യയെ തെരഞ്ഞെടുത്തത് തന്നെ കാരണം
നിങ്ങൾ വേറെ ആരും ആ കുട്ടിയെ അടിക്കുന്നത് അടിക്കാതെ പോലും എനിക്ക് ഓരോ ഇഷ്ടമില്ലായിരുന്നു. പോലും ആ കുട്ടി കേൾക്കരുത് അതുകൊണ്ടാണ് ഞാൻ ശ്രീവിദ്യ അടിക്കാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. ഗുഡ് ശ്രീവിദ്യയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിച്ചേനെ, ഉറപ്പായിട്ടും അടിച്ചേനെ. അങ്ങനെ അത് ശരിയാണ്. എന്താ പറയുന്നത് അതുകൊണ്ട് ഈ അടി ഷിയാസൊക്കെ ഏറ്റെടുക്കാമെന്നാണ്. അല്ല അത് വേണം. അല്ല ഞാൻ പറയണ എന്താന്നറിയോ, അത് ബിനിച്ചേട്ടനെ ഏറ്റെടുക്കട്ടെ. കാരണം ഞങ്ങളുടെ കാരണവരാണ്. അല്ല അത് ചെയ്യണം പുള്ളി. ബിനിച്ചേട്ടാ, ചെന്ന് മേടിക്കും. നമുക്കത് ആദ്യമായിട്ട് കിട്ടണമെന്നല്ല. ഇവിടെ തോറ്റ് ഇവിടെ എന്ത് ക്രൂരതയാ ചെയ്യണമെന്ന് അല്ല അവര് നമുക്ക് എന്തെങ്കിലും മറ്റേ ഇത് തന്നൊന്നും ഏത് തന്നു? അത് തന്നോന്നിരിക്കാൻ വേണ്ടി നീ ചെന്ന് എടാ വേറൊരാളെ നടിച്ചടാ. നിന്നെ മാത്രമല്ല തല്ലുപൊളി ശ്രീവിദ്യ എന്ന് വിളിക്കുന്നത്. ചേട്ടനെ തല്ലുപൊള്ളി മിനു എന്നാണ് ചേട്ടൻ നാട്ടിൽ അറിയപ്പെടുന്നത്. അവിടെ നീ നിർബന്ധിക്കരുത്. പാവം ചിലര് വേറെയൊക്കെ വിളിക്കണം, ഞാൻ അതുവരെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇന്നൊരു കാര്യം ചെയ്യാം. ഇനി ഇപ്പൊ ചാട്ടിയൊന്നും വേണ്ട, ഒരു ഹാപ്പി എൻഡിങ് ആണ് അല്ലേ? അപ്പൊ ഇതെല്ലാം ഇന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്മിനെ അടിച്ച് തങ്ങ സന്തോഷം.